വർഷങ്ങളായി LDFിന്റെ സിറ്റിംഗ് സീറ്റായ കണ്ടങ്ങാളി സൗത്ത് 22ാം വാർഡിൽ ഇത്തവണ LDFിനു വേണ്ടി ജനവിധി തേടുന്നത് കെ ബാലനാണ്. വർഷങ്ങളായി പാർട്ടിയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച കെ ബാലൻ ഇത്തവണ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കെ ബാലന് CRPFിലേക്കുള്ള സെലക്ഷൻ ലഭിക്കുന്നത്. പിന്നീട് 3 മാസത്തോളമുള്ള ട്രെയിനിംഗ് പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ജോലിയുടെ വെരിഫിക്കേഷന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ബാലൻ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണെന്ന് വ്യക്തമായതോടെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു. തുടർ വിദ്യാഭ്യാസത്തിനായി വീണ്ടും സ്കൂളിൽ ചേരാനായി എത്തിയപ്പോൾ പ്രായം കൂടിയെന്ന പേരിൽ തുടർ വിദ്യാഭ്യാസം നഷ്ടമാവുകയും ചെയ്തു. പിന്നീട് KSYFിന്റെ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറിയായും കർഷക സംഘം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറിയായും പയ്യന്നൂർ റവന്യൂ വില്ലേജ് കമ്മിറ്റി അംഗമായും പാർട്ടി അംഗവുമായും പ്രവർത്തിച്ചു വരുന്ന സാധാരണക്കാരനായ നേതാവാണ് കെ ബാലൻ. സ്ഥിരം പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിച്ച ബാലന് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ചെന്ന കേസിൽ മാസങ്ങളോളം ഒളിവിൽ കഴിയേണ്ടി വരികയും പിന്നീട് പോലീസ് പിടികൂടി മർദ്ദനമേൽക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു. മാസങ്ങളോളം ആയുർവേദ ചികിത്സ നടത്തിയാണ് പോലീസ് മർദ്ദനത്തിലേറ്റ പരിക്കുകളിൽ നിന്നും ബാലൻ ഭേദമായത്. പിന്നീട് കണ്ണൂർ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ ബാക്കി പത്രമെന്ന വണ്ണം കൈക്ക് പരിക്കേറ്റ ബാലൻ ദിവസങ്ങളോളം മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഇപ്പോഴും പഴയ പാർട്ടിയുടെ ഊർജ്ജമുള്ള ബാലൻ പാർട്ടി മെമ്പറായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിയാണ് കെ ബാലൻ ഇപ്പോൾ പ്രചരണത്തിലുള്ളത്. കാർഷിക മേഖലയായ കണ്ടങ്ങാളിയിൽ തരിശുരഹിത ഭൂമി സാധ്യമാക്കുക, പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക, കുടിവെള്ളം എത്താത്ത വീടുകളിൽ കുടിവെള്ളം എത്തിക്കുക, കാർഷിക വിളകൾ കർഷകരിൽ നിന്നും ഏറ്റെടുത്ത് വിപണനം നടത്തുന്നതിനായി വിപണന കേന്ദ്രം ആരംഭിക്കുക, വിദ്യാഭ്യാസ മേഖലയിൽ സാധ്യമായ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയവയാണ് ബാലന്റെ മുന്നിലുള്ള വികസന പദ്ധതികൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീമാ സുരേഷ് ജയിച്ച വാർഡാണ്. അതിന് മുമ്പ് വട്ടക്കോൾ ചേച്ചി ജയിച്ച വാർഡാണ്. GD മാഷ് മത്സരിച്ച വാർഡാണ്. KK നാരായണൻ മത്സരിച്ച വാർഡാണ്. നമ്മുടെ ഷീബ 2 തവണ മത്സരിച്ച വാർഡാണ്. ഈ വാർഡിലൊക്കെ നടത്തിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ, അവരൊക്കെ നടത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാം ഇങ്ങനെയുള്ള ഈ റോഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. സീമാ സുരേഷും നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പിന്തുടർച്ച എന്ന നിലക്ക് ഈ വാർഡിനകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യമായിട്ട് ഇടപെടാനും സഹായിക്കാനും സഹകരിക്കാനും തയ്യാറാവുമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കെ ബാലൻ. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ജ്യൂസ് കട നടത്തുന്ന ബാലൻ തന്റെ ജനകീയ പിന്തുണയും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.